കൊട്ടിക്കലാശത്തിന്റെ ആവേശകരമായ കാഴ്ചകളാണ് ഗുഡ് ഈവനിംഗ് കേരളത്തിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത 7 ജില്ലകൾ, കുറച്ച് 7 ജില്ലകൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത 7 ജില്ലകൾ എറണാകുളം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കൊട്ടിക്കലാശം ആവേശപൂർവ്വം കൊണ്ടാടുകയാണ്. എല്ലാ ഇടങ്ങളിലും തങ്ങളുടെ പ്രവർത്തകർ കൊടികളേന്തിയും തുപ്പികൾ അണിഞ്ഞും മുദ്രാവാക്യങ്ങൾ വിളിച്ചും പാട്ടുപാടിയും നൃത്തം വെച്ചുമൊക്കെ ഗംഭീരമായി തന്നെ തങ്ങളുടെ ഈ പ്രചാരണ പരിപാടിയുടെ അല്ലെങ്കിൽ ശബ്ദമയമായ പ്രചാരണ പരിപാടിയുടെ അവസാനം കുറിക്കുകയാണ്. സമയം ഇപ്പോൾ 5 മണി. ഇനി കൃത്യം 1 മണിക്കൂർ മാത്രമാണ് ഈ ബഹളമയമായ പ്രചാരണ പരിപാടിക്ക് അവശേഷിക്കുന്നത്. ഇന്ന് തെക്കൻ ജില്ലകളിൽ അല്ലെങ്കിൽ മധ്യ തെക്കൻ ജില്ലകളിൽ പോളിംഗ് ബൂത്തിലേക്ക് പോയി ഇന്ന് രാത്രി മുഴുവൻ കിട്ടിയ വോട്ടെത്ര എന്ന കണക്കൂട്ടലിലേക്ക് പോകുമ്പോൾ കിട്ടാനിരിക്കുന്ന വോട്ടെത്ര എന്ന കണക്കൂട്ടലിലായിരിക്കും ഇന്ന് രാത്രി നാളെ പകൽ മുഴുവൻ വടക്കൻ ജില്ലകളിൽ ഉണ്ടാവുക. എന്തായാലും നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ ആവേശകരമായ കാഴ്ചകളാണ്. ഗംഭീരമായ നൃത്തച്ചുവടുകളുമായി പാർട്ടി പ്രവർത്തകർ തങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അങ്ങനെ ആഘോഷമായി കൊണ്ടാടുകയാണ്. കമൽ, ഇതെവിടെയാണ് ഇത്ര ആഹ്ലാദകരമായ നിമിഷം? മോബ് ഡാൻസ് ഒക്കെ പോലെ നല്ല ഗംഭീരമായിട്ട് പ്രകടനം മുന്നോട്ട് പോവുകയാണല്ലോ. ദിവിഷ്, കൽപ്പറ്റ നഗരസഭയിൽ LDF-ന്റെ കൊട്ടിക്കലാശമാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ നഗരത്തിൽ തന്നെയാണ് 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം നടക്കുന്നത്. LDF പ്രവർത്തകരാണ് കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിൽ ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ ആവേശം വിതറിക്കൊണ്ട് നൃത്തം ചവിട്ടുകയാണ് മുന്നണി പ്രവർത്തകർ. അതോടൊപ്പം സ്ഥാനാർത്ഥികളെല്ലാം, നഗരസഭയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ആവേശകരമായ പോരാട്ടമാണ് കൽപ്പറ്റ നഗരസഭയിൽ നടക്കുന്നത്. നേരത്തെ പഞ്ചായത്തായിരുന്ന കാലം മുതൽ LDF-ന് മേധാവിത്വമുണ്ടായിരുന്ന നഗരസഭ കഴിഞ്ഞ 2 തവണയായി UDF ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് LDF. അതുകൊണ്ട് തന്നെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി വലിയ പ്രചാരണമാണ് എല്ലാ ഡിവിഷനുകളിലും നടന്നത്. അതിന്റെ ഒരു ആവേശം കൂടിയാണ് ഈ കലാശക്കൊട്ടിൽ കാണുന്നത്. മറുവശത്ത് UDF-ഉം ശക്തമായ പാനലിനെ അവതരിപ്പിച്ചുകൊണ്ട് ഭരണം നിലനിർത്താനുള്ള ശക്തമായ ശ്രമം തന്നെയാണ് നടത്തുന്നത്. BJP-യും 1-2 ഡിവിഷനുകളിലെങ്കിലും വലിയൊരു സാന്നിധ്യമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൽപ്പറ്റ നഗരസഭയിലെ മത്സരം പ്രവചനാതീതമാണ്. ജില്ലയുടെ മൊത്തത്തിലുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ UDF-നായിരുന്നു മേധാവിത്വം. ജില്ലാ പഞ്ചായത്തിൽ ആവേശകരമായ മത്സരം നടന്ന ജില്ലാ പഞ്ചായത്തിൽ 16-ൽ 8 സീറ്റുകൾ വീതം 2 മുന്നണികളും ജയിച്ച കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. നറുക്കെടുപ്പിലൂടെയാണ് കോൺഗ്രസിലെ സംഷാദ് മരക്കാർ പ്രസിഡന്റായത്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കേണ്ടത് ഇത്തവണ 2 മുന്നണികളുടെയും അഭിമാന പ്രശ്നമാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. നഗരസഭകളിലേക്ക് വന്നാൽ കൽപ്പറ്റയ്ക്ക് പുറമെ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയിൽ UDF ആണ് നിലവിൽ. ബത്തേരിയിൽ 2 തവണയായി LDF ആണ്. അവിടെയൊക്കെ ശക്തമായ പോരാട്ടം നടക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4-എണ്ണത്തിൽ 2-2 എന്നതാണ് കഴിഞ്ഞ തവണത്തെ റിസൾട്ട്. ഇത്തവണ അതിനെ മാറ്റം വരുത്താനുള്ള ശ്രമത്തിലാണ് ഇരു മുന്നണികളും. എന്താണെങ്കിലും ഗ്രാമങ്ങളിലെല്ലാം ആവേശകരമായ പ്രചാരണമാണ് അവസാന മണിക്കൂറിലും നടക്കുന്നത്. ദിവിഷ്, ശരി, നമുക്കിനി തൃശ്ശൂരിലേക്ക് പോവാം. ലിഷോയ്, തൃശ്ശൂരിലും ആവേശത്തിനൊട്ടും കുറവുണ്ടാവില്ല. പല വിധത്തിൽ ആണ് അവിടെ പലയിടങ്ങളിലും 3 മുന്നണികൾക്കും ഏറെയും കുറഞ്ഞുമൊക്കെ ശക്തിയുള്ള ഇടങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ്, എവിടേക്കാണ് തൃശ്ശൂരിലെ കൊട്ടിക്കലാശങ്ങൾ കൂടുതൽ തീവ്രമായ നിലയിലുള്ളത്? ദിവിഷെ, തൃശ്ശൂരിൽ നഗരത്തിൽ തന്നെ വർണ്ണാഭമായ കൊട്ടിക്കലാശം തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അത്രയേറെ ആവേശത്തിലാണ് എല്ലാ പാർട്ടിയുടെയും എല്ലാ മുന്നണിയുടെയും ആളുകൾ എല്ലാവരും തന്നെയുള്ളത്. പ്രവർത്തകരെല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലാണ്. ഈ സ്വരാജ് റൗണ്ടിൽ തെക്കേ നടയുടെ ഭാഗത്താണ് എല്ലാ പാർട്ടിക്കാരുടെയും എല്ലാ മുന്നണികളുടെയും കൊട്ടിക്കലാശം നിശ്ചയിച്ചിരിക്കുന്നത്. പലർക്കും പല ഇടങ്ങളായി നിശ്ചയിച്ചിരിക്കുകയാണ് ഈ കാണുന്നത്. നേരത്തെ പൂക്കാവടിയൊക്കെ കണ്ടത് BJP-യുടെ ആ ഒരു കൊട്ടിക്കലാശത്തിനിടയ്ക്കാണെങ്കിൽ ഇവിടെ നമുക്ക് ഭീമൻ പാണ്ഡയും അതുപോലെ തന്നെ മറ്റ് പല വിധത്തിലുള്ള രൂപങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കും. അത് LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പല ഇടങ്ങളിൽ നിന്നായി പൂക്കാവടിയും അതുപോലെ തന്നെ മേളവും കൂടാതെ മറ്റേതൊക്കെ തരത്തിൽ കൊട്ടിക്കലാശം ആഘോഷമാക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ തന്നെ ഇവിടെ തൃശ്ശൂരിൽ ഒരു പൂരത്തിൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഉത്സവം പോലെ തന്നെ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെയാണ് തൃശ്ശൂരിൽ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുള്ളത്. മേളവും നാസിക്-ഡോലും അതുപോലെ തന്നെ ശിങ്കാരിമേളവും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ അത്രത്തോളം വീറും വാശിയും നിറഞ്ഞ മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തി പ്രകടനമാക്കി തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തെ കാണുന്നത്. മറ്റൊന്നുമല്ല, തൃശ്ശൂർ കോർപ്പറേഷൻ അതിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി UDF-ഉം അതുപോലെ തന്നെ
ഭരണം നിലനിർത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി LDF സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ അണിനിരന്നിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ BJP നിർണായക ശക്തിയാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ 2 തവണയായി LDF ആണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഭരണം നടത്തുന്നത്. അതിനിടയ്ക്ക് കഴിഞ്ഞ തവണ വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇത്തവണയും ഭരണം നേടാൻ കഴിയും എന്നാണ് LDF പ്രവർത്തകർ പറയുന്നത്. എന്തായാലും വലിയ ആവേശം തന്നെയാണ്. ജില്ലയിൽ മൊത്തം സ്ഥിതി നോക്കുകയാണെങ്കിൽ LDFന് മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു ജില്ല കൂടിയാണ്. കാരണം 86 പഞ്ചായത്തുകളിൽ 64ഇടത്തും ഈ LDF തന്നെയാണ് ഭരണം നടത്തുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും 2 മുനിസിപ്പാലിറ്റികളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും LDF തന്നെയാണ് ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത് നിലനിർത്താൻ കഴിയുമെന്നുള്ളൊരു ആവേശമാണ് അവർക്കുള്ളതെങ്കിൽ അതെല്ലാം തന്നെ പിടിച്ചെടുത്ത് വലിയ മാറ്റം ജില്ലയിൽ ഉണ്ടാക്കുമെന്നുള്ളൊരു ഉറച്ച നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതെല്ലാം തന്നെ ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും തന്നെ തങ്ങൾക്ക് എത്രയൊക്കെ ആവേശത്തോടു കൂടി അണികളെ ഈ ഒരു കൊട്ടിക്കലാശത്തിനായി എത്തിക്കാൻ സാധിക്കുമോ അതൊക്കെ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ദിവേഷ് ഇവിടെ എന്നും പറയാനുള്ളത്. ശരി, എന്തായാലും ഒരു മിനി പുലിക്കളിയും ഒക്കെ പോലെ തോന്നുന്നു. അത്രയ്ക്കും പണമൊക്കെ വാരി എറിഞ്ഞാണ് എല്ലാ പാർട്ടികളും തന്നെ കൊട്ടിക്കലാശം ഗംഭീരമാക്കുന്നത്. തൃശ്ശൂർ എന്നുള്ള കാഴ്ചകളാണ്. കരടിയും ഒക്കെയാണ്, ഹിമക്കരടിയാണോ ഒക്കെയാണ്, പാണ്ട ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ രംഗത്തിറക്കിയിരിക്കുന്നു. മറുഭാഗത്ത് ചെണ്ട, കാവടി, അങ്ങനെ എന്തു വേണം ആഘോഷിക്കാൻ, എന്തൊക്കെ വേണമോ അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കൊട്ടിക്കലാശം എന്നതൊരു തിരഞ്ഞെടുപ്പ് പരിപാടി എന്നതിലുപരി അല്ലാത്തൊരു ആഘോഷ പരിപാടി എന്ന നിലയ്ക്ക് തന്നെയാണ് എല്ലായിടങ്ങളിലും പാർട്ടികളിൽ കൊണ്ടാടുന്നത്. അതാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ശബ്ദമൊക്കെ കേട്ടുന്ന ആസ്വദിക്കാം കുറച്ച്.